നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പം നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ ആണല്ലേ നോക്കുന്നത്. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ അല്ലേ, വാട്ടർ ട്രീറ്റ്മെന്റ്. അപ്പൊ അതില് നമ്മൾ ആദ്യം ഇംപ്യൂരിറ്റീസിനെ കുറിച്ച് നോക്കി. ഏതൊക്കെ തരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് ഉണ്ട്, ആ ഇംപ്യൂരിറ്റീസിനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം, ഓരോ ഇംപ്യൂരിറ്റീസിന്റെയും എഫക്റ്റ് അല്ലേ, ഓരോ ഇംപ്യൂരിറ്റീസ് കാരണം നമുക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതൊക്കെ നോക്കി. പിന്നെ നമ്മൾ എന്തിനാണ് വെള്ളം ടെസ്റ്റ് ചെയ്യുന്നത്, നീഡ് ഫോർ വാട്ടർ ടെസ്റ്റിംഗ് ഒക്കെ നോക്കി. പിന്നെ അതുപോലെ ടെസ്റ്റില് 3 ടെസ്റ്റുകൾ പഠിച്ചു. ഫിസിക്കൽ ടെസ്റ്റ്, കെമിക്കൽ ടെസ്റ്റ്, ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ്. ആ ടെസ്റ്റിന് തൊട്ട് മുന്നേ നമ്മൾ വെള്ളം സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യണം അല്ലേ. ഓരോ സോഴ്സിൽ നിന്ന്, അതായത് നമ്മൾ പുഴയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ ആ പുഴയിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യാൻ ഒരു രീതിയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് പോലെ പോയി കളക്ട് ചെയ്ത് വരാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വെസൽ എന്ത് തന്നെയാണെങ്കിലും അത് സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം. പിന്നെ അതുപോലെ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് താഴേന്ന് വേണം, വെള്ളത്തിന്റെ സർഫസ് വാട്ടർ കളക്ട് ചെയ്യാൻ പാടില്ല, കുറച്ച് താഴേന്ന് വേണം കളക്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് രീതി പഠിച്ചു. സാമ്പിളിംഗ് അല്ലെ, വാട്ടർ സാമ്പിളിംഗ് ടെക്നിക്സ്. ഓരോ സർഫസ് സ്ട്രീമിൽ നിന്ന് എങ്ങനെയാണ്, ഒരു ടാപ്പിൽ നിന്ന് നമ്മൾ ഒരു പൈപ്പ് വാട്ടർ ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പൈപ്പിൽ നിന്ന് എന്തൊക്കെയാ നമ്മൾ ചെയ്യണം, ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴുക്കി വിടണം, എന്നിട്ടേ നമ്മൾ കളക്ട് ചെയ്യാൻ പാടൂ. അപ്പൊ അങ്ങനത്തെ ഒക്കെ പഠിച്ചിരുന്നു അല്ലേ. പിന്നെ നമ്മൾ ടെസ്റ്റിലേക്ക് പോയി. ആ കളക്ട് ചെയ്ത് വെച്ച വെള്ളം ടെസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പൊ അതിന് 3 ടൈപ്പിലേക്ക് തരംതിരിച്ചു. ഫിസിക്കൽ ടെസ്റ്റ്, കുറെ ഫിസിക്കൽ ടെസ്റ്റുകൾ ചെയ്യും ആ വെള്ളത്തിന്. പിന്നെ അതുപോലെ കെമിക്കൽ ടെസ്റ്റ് ചെയ്യും, പിന്നെ ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റും ചെയ്യും അല്ലേ. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയായിരുന്നു, ടെമ്പറേച്ചർ, ആ ഒരു വെള്ളത്തിന്റെ ടേസ്റ്റ്, ഓർഡർ എന്ന് വെച്ചാൽ സ്മെല്ല് അല്ലേ. അപ്പൊ സ്മെല്ല്, അതിന്റെ ടർബിഡിറ്റി, അതായത് എത്രത്തോളം ആ വെള്ളം ടർബിഡ് ആണ്, കലക്കുണ്ട്, ആ വെള്ളത്തിൽ എത്രത്തോളം കലക്കുണ്ട് എന്നുള്ളതൊക്കെ പഠിക്കും. അതിന് നമ്മൾ 2 ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നോക്കിയിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു, ടർബിഡിമീറ്റർ അല്ലേ, ജാക്സൺ ടർബിഡിമീറ്റർ, അതുപോലെ ടർബിഡിറ്റി റോഡ്, പിന്നെ ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്യുന്ന നെഫെലോമീറ്റർ, അതാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കളറിനെ കുറിച്ചും പറഞ്ഞു അല്ലേ. അപ്പൊ അതിനൊക്കെ നമ്മൾ ഓരോ യൂണിറ്റ്സ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ ഓരോ നമ്മുടെ പറഞ്ഞ ടെമ്പറേച്ചർ ആണെങ്കിലും കളർ ആണെങ്കിലും പിന്നെ ടർബിഡിറ്റി ആണെങ്കിലും ഒക്കെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത്രേ നമ്മുടെ പോർട്ടബിൾ വാട്ടറിന് പാടുള്ളൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ the water is not fit for drinking അല്ലേ. അപ്പൊ ആ ഒരു ലിമിറ്റ് ഒക്കെ പറയാൻ നമുക്കൊരു കോഡ് ഉണ്ട്, ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഉണ്ട്. ഏതാണ്, ഞാൻ പറഞ്ഞിരുന്നു, IS 10500 അല്ലേ, 2012. അതാണ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്സ് പറയുന്ന കോഡ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ ടെസ്റ്റിൽ നമ്മൾ സോളിഡ്സ്, ടോട്ടൽ സോളിഡ്സ്, അതായത് സസ്പെൻഡഡ് സോളിഡ്സ്, കൊളോയിഡൽ സോളിഡ്സ്, ഡിസോൾവ് സോളിഡ്സ്, ഇത് 3 കൂടെ കൂടിച്ചേർന്നതാണ് ടോട്ടൽ സോളിഡ്സ്. അപ്പൊ അത് എത്രത്തോളം വെള്ളത്തിൽ ആവാം, പിന്നെ അതുപോലെ അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യും, എങ്ങനെയാണ് നമ്മൾ ഓരോ സോളിഡ്സിനെയും ടെസ്റ്റ് ചെയ്യാം. ഒരു ഫിൽറ്റർ പേപ്പറിലൂടെ പാസ് ചെയ്താൽ ഫിൽറ്റർ പേപ്പറിൽ തങ്ങി നിൽക്കുന്നതായിരിക്കും സസ്പെൻഡഡ് സോളിഡ്സ് അല്ലേ. പിന്നെ അതുപോലെ കൊയാഗുലന്റ് ഒഴിച്ച് കൊളോയിഡൽ സോളിഡ്സ് നമുക്ക് മാറ്റാം. അതൊക്കെ നമ്മൾ നോക്കിയതാണ്.
പിന്നെ കെമിക്കൽ ടെസ്റ്റിൽ പറയുന്നത് ഹാർഡ്നെസ് വെള്ളം എത്രത്തോളം ഹാർഡാണ് നോക്കി. പിന്നെ അതിലുള്ള ക്ലോറൈഡ് കണ്ടന്റ്, ഫ്ലൂറൈഡ് കണ്ടന്റ്, വെള്ളത്തിന്റെ pH, പിന്നെ അതുപോലെ എന്തൊക്കെയാണ്, ലെഡ്, ആർസനിക്, അതുപോലത്തെ എന്താണ് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് എത്രത്തോളം വെള്ളത്തിൽ പാടും എന്നുള്ളത് നോക്കി. പിന്നെ അതുപോലെ ഡിസോൾവ്ഡ് ഗ്യാസസ് അല്ലേ, ഏതൊക്കെയായിരിക്കും വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഗ്യാസസ്? പല ഗ്യാസും ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് ഓക്സിജൻ ആണ് അല്ലെ. മെയിൻലി അക്വാട്ടിക് ലൈഫിന് ആവശ്യം എന്ന് പറയുന്നത് ഓക്സിജൻ തന്നെയാണ്. അപ്പൊ ഓക്സിജൻ എങ്ങനെ കണ്ടുപിടിക്കും? അത് മിനിമം 4 mg/L എങ്കിലും വെള്ളത്തിൽ ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെ അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വാട്ടർ ഫ്രഷ് ആയിരിക്കും. അതൊക്കെ നമ്മൾ നോക്കിയതാണ്. പിന്നെ നൈട്രജൻ എന്ന് പറയുന്നത് പല ഫോംസിൽ വെള്ളത്തിൽ കാണും. എന്നുവെച്ചാൽ അമോണിയ അല്ലെ, പിന്നെ ആൽബുമിനോയിഡ് നൈട്രജൻ, നൈട്രേറ്റ്, അങ്ങനെ പല ഫോംസിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ഫോംസിന്റെ പ്രത്യേകതയും ഒക്കെ നമ്മൾ നോക്കി. പിന്നെ അതുപോലെ റെസിഡ്യുവൽ ക്ലോറിൻ അല്ലെ, ക്ലോറിനും ഒരു ഗ്യാസ് ഫോമിൽ വെള്ളത്തിൽ കാണാം. ട്രീറ്റഡ് വാട്ടറിലൊക്കെ ക്ലോറിൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതായിരുന്നു കെമിക്കൽ ടെസ്റ്റിൽ പറയുന്നത്. പിന്നെ ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് നോക്കി. അതിലെന്തൊക്കെയാണ് നോക്കിയത്? നമ്മള് 2 മെയിൻ ടെസ്റ്റുകളാണ് നോക്കിയത്. ടോട്ടൽ കൗണ്ട് ടെസ്റ്റ്, അതായത് നമ്മൾ ആ ടെസ്റ്റില് കണ്ടുപിടിക്കുകയാണ് ബാക്ടീരിയാസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി ഒരു ഈക്കോളൈ ടെസ്റ്റ് നടത്തി. പിന്നെ അതുപോലെ MPN, മോസ്റ്റ് പ്രോബബിൾ നമ്പർ, അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാക്ടീരിയനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 2 രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഒന്നെങ്കിൽ ഈക്കോളൈ ഇൻഡെക്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ MPN ആയിട്ട്, മോസ്റ്റ് പ്രോബബിൾ നമ്പർ എത്രയാണ് ബാക്ടീരിയൽ കോളനീസ് ഉള്ളത്, അങ്ങനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അത് നോക്കി. പിന്നെ അതുപോലെ മെംബ്രെയിൻ ഫിൽറ്റർ ടെക്നിക്, ആ ടെക്നിക് വെച്ച് നമ്മൾ എങ്ങനെ ബാക്ടീരിയാസിനെ കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. അപ്പൊ അതാണ് നമ്മുടെ 3 ടെസ്റ്റുകൾ അല്ലെ, ഫിസിക്കൽ ടെസ്റ്റ്, കെമിക്കൽ ടെസ്റ്റ്, ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ്. പിന്നെ നമ്മൾ നോക്കിയത് കുറച്ച് വാട്ടർബോൺ ഡിസീസസ്, ഏതൊക്കെയാണ് വാട്ടർബോൺ ഡിസീസസ് എന്ന് നോക്കി. പിന്നെ കുറച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ്സ്, ഓരോ വെള്ളത്തില് ഓരോന്നിന്റെ അളവ്, അത് നിങ്ങൾക്ക് IS കോഡ് നോക്കിയാൽ തന്നെ കാണാം. ഓക്കെ, ഓരോന്നിന്റെ സ്റ്റാൻഡേർഡ്സ്, അതായത് എത്ര ലിമിറ്റ് എത്രയായിരിക്കണം, ഓരോ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെയും ലിമിറ്റ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. പിന്നീട് നമ്മൾ വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റിൽ കിടന്നു അല്ലെ. നമ്മൾ ആ ഒരു വെള്ളം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ വെള്ളം ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇത്രത്തോളം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ അതിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്ലോ ഡയഗ്രാം നോക്കി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഫ്ലോ ഡയഗ്രത്തില് നിങ്ങൾ കണ്ടു, ഓരോ യൂണിറ്റിലൂടെ വെള്ളം പാസ് ചെയ്യും. എന്നിട്ട് അവസാനം നമുക്ക് ട്രീറ്റഡ് വാട്ടർ ആണ് ഔട്ട്ലെറ്റിലൂടെ കിട്ടുന്നത്. ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഔട്ട്ലെറ്റിലൂടെ കിട്ടുന്നത് ട്രീറ്റഡ് വാട്ടർ ആണ് അല്ലെ. അപ്പൊ ആദ്യം പോകുന്ന യൂണിറ്റ് ഇപ്പൊ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ആണെങ്കിൽ, അതായത് ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വെള്ളമാണെങ്കിൽ, അത് അണ്ടർഗോ ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ് ആണ് എയറേഷൻ. ഓക്കെ, അല്ല സർഫസ് വാട്ടറിലാവുമ്പോ എയറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ വേറെ ആയിട്ട് കൊടുക്കില്ല. സർഫസ് വാട്ടറിൽ ഒക്കെ നമ്മൾ കൊടുക്കുന്നത്, ആദ്യം തന്നെ കൊടുക്കുന്നത് സെഡിമെന്റേഷൻ ടാങ്ക് ആയിരിക്കും. അതായത് വലിയ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള ഒരു ടാങ്ക്. അത് കഴിഞ്ഞാൽ സെഡിമെന്റേഷൻ ടാങ്ക് കഴിഞ്ഞ് പിന്നെന്ത് ചെയ്യും? നമ്മുടെ വെള്ളം ഫ്ലോക്കുലേഷൻ ടാങ്കിലേക്ക് പോകും. അവിടെയാണ് നമ്മൾ കൊയാഗുലന്റ് ആഡ് ചെയ്ത് കൊളോയിഡൽ സോളിഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ ആ കൊളോയിഡൽ സോളിഡ്സിനെയൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ വെള്ളം പോകുന്നത് ഫിൽട്രേഷൻ യൂണിറ്റിലേക്കാണ് അല്ലേ? അപ്പൊ നമ്മൾ കുറെ ഫിൽറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ, സ്ലോ സാൻഡ് ഫിൽറ്റർ അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ, സ്ലോ സാൻഡ് ഫിൽറ്റർ ഒക്കെ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഫിൽട്രേഷനിൽ അപ്പൊ നമ്മൾ ആ ഓരോ ഫിൽറ്റേഴ്സിന്റെയും എങ്ങനെയാണ് ക്ലീനിങ് ഒക്കെ വ്യത്യാസമാണ് രണ്ട് ഫിൽറ്റേഴ്സിന്റെ അല്ലേ? അപ്പൊ ആ ക്ലീനിങ്ങിനെ കുറിച്ചൊക്കെ നോക്കി. ഓക്കെ, അപ്പൊ എന്താണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും സ്ലോ സാൻഡ് ഫിൽറ്ററും അതുപോലെ തന്നെ പ്രഷർ ഫിൽറ്റേഴ്സും നോക്കി. ഈ സ്വിമ്മിംഗ് പൂളിലെ വാട്ടറിനൊക്കെ അത്രത്തോളം പ്യൂരിറ്റി വേണ്ട. അപ്പൊ അങ്ങനത്തെ വെള്ളം ഒക്കെ നമ്മൾ പ്രഷർ ഫിൽറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ വിൽ ബി വെരി ഹൈ അല്ലെ? അതായത് കൂടുതൽ വെള്ളം നമുക്കൊരു മണിക്കൂർ കൊണ്ട് പ്യൂരിഫൈ ചെയ്ത് ലഭിക്കും. അതാണ് പ്രഷർ ഫിൽറ്റർ. സ്ലോ സാൻഡ് ഫിൽറ്ററിൽ വളരെ കുറച്ച് വെള്ളമേ നമുക്ക് ഒരു മണിക്കൂറിൽ കിട്ടും. പിന്നെ അത് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ആവുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ കിട്ടും. പക്ഷേങ്കിൽ പ്രഷർ ഫിൽറ്റർ ആവുമ്പോൾ ഒരുപാട് കൂടുതൽ വെള്ളം നമുക്ക് കിട്ടും. ആ ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. നിങ്ങളൊന്ന് ആ നോട്ട്ബുക്ക് നോക്കൂ. നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഫിൽട്രേഷൻ കഴിഞ്ഞാൽ ആ വെള്ളം പോകുന്നത് ഡിസിൻഫെക്ഷൻ യൂണിറ്റിലേക്കാണ്. അപ്പൊ ഈ ഡിസിൻഫെക്ഷൻ യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ക്ലോറിനേഷൻ ആണ് അല്ലെ? പലതരത്തിലുള്ള ഡിസിൻഫെക്റ്റൻസ് ഉണ്ട്. ഏതാണ്? ഓസോണൈസേഷൻ, പിന്നെ അതുപോലെ UV റേസ് വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈം വെച്ച് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിലൊക്കെ പലരും കിണറ്റിലൊക്കെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇടും. അപ്പൊ അങ്ങനെ ട്രീറ്റ് ചെയ്യാം. അതൊക്കെ ഡിസിൻഫെക്ഷൻ ആണ്. എന്താണ്? നമ്മുടെ പാത്തജനിക് ബാക്ടീരിയാസിനെ കൊല്ലാണ് അല്ലെ? പാത്തജനിക് ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഡിസീസ് കോസിങ് ബാക്ടീരിയാസ്, അസുഖം പരത്തുന്ന ബാക്ടീരിയാസിനെ കൊല്ലാം. അതാണ് ഡിസിൻഫെക്ഷൻ. അപ്പൊ അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് ക്ലോറിനേഷനെ കുറിച്ചാണ്. ക്ലോറിൻ. അപ്പൊ അതില് നമ്മള് എന്താണ് ക്ലോറിനെ കുറിച്ച് നമ്മൾ ഏതൊക്കെ രീതിയിൽ ക്ലോറിൻ അപ്ലൈ ചെയ്യാം വെള്ളത്തിലേക്ക്? ഒന്നെങ്കിൽ ഫ്രീ ക്ലോറിൻ ആയിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് ബ്ലീച്ചിങ് പൗഡർ വെതറിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡ് ക്ലോറിൻ ലിക്വിഡ് ഫോമിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ക്ലോറമീൻസ് ആയിട്ട്, അതായത് ക്ലോറിനും അമോണിയം കമ്പൈൻ ചെയ്തിട്ടുള്ള രൂപം, ആ രൂപത്തിലും അപ്ലൈ ചെയ്യാം. അപ്പൊ അത് പിന്നെ അതുപോലെ എത്ര ഡോസേജ് നമ്മൾ കൊടുക്കണം? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാട്ടർ അല്ലെ? വരുന്ന വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്യും എത്രത്തോളം ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ഡോസേജ് പിന്നെ നമ്മൾ ആഡ് ചെയ്താൽ നമ്മൾ പറഞ്ഞു ക്ലോറിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? അതിന്റെ റെസിഡ്യുവൽ പ്രോപ്പർട്ടി. വേറെ ഒന്നിനും ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണത് റെസിഡ്യുവൽ പ്രോപ്പർട്ടി. അതായത് ഭാവിയിൽ നമ്മുടെ പൈപ്പിലൂടെ നമ്മൾ വെള്ളം വിടുമ്പോൾ ആ ഭാവിയിൽ വരാവുന്ന ഓർഗാനിസംസിനെ വരെ ബാക്ടീരിയാസിനെ വരെ കൊല്ലാൻ സാധിക്കും ക്ലോറിന്. അതാണ് അതിന്റെ റെസിഡ്യുവൽ പ്രോപ്പർട്ടി. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ക്ലോറിനാണുള്ളത്. അപ്പൊ നമ്മൾ കുറച്ച് അഡീഷണൽ ക്ലോറിൻ ആഡ് ചെയ്യും ഭാവിയിലേക്ക് വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഡോസേജ് തീരുമാനിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ക്ലോറിനേഷൻ, പല ടൈപ്സ് ഓഫ് ക്ലോറിനേഷൻ പഠിച്ചു. പ്രീ ക്ലോറിനേഷൻ, അതായത് സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് വെള്ളം പോകുന്നതിന് മുന്നേ തന്നെ, അത് ഫിൽട്രേഷൻ ടാങ്കിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യാണ്. അതാ പ്രീ ക്ലോറിനേഷൻ. പിന്നെ പോസ്റ്റ് ക്ലോറിനേഷൻ, അതായത് ഫിൽട്രേഷൻ കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ, അത് പോസ്റ്റ് ക്ലോറിനേഷൻ. പിന്നെ അതുപോലെ ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ പഠിച്ചിരുന്നു അല്ലെ? ഒരു ഗ്രാഫൊക്കെ ഓർമ്മയുണ്ടല്ലോ? ആ ഗ്രാഫില്, അതെ, നിങ്ങൾ വരച്ച ഗ്രാഫ് വരച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ബ്രേക്ക് പോയിന്റ്, അപ്പൊ അതിലൊരു പോയിന്റ് വരും. ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ക്ലോറിൻ ഒക്കെ ആ വെള്ളത്തിൽ അതുപോലെ തന്നെ കാണും. അവര് വേറെ ആരുമായിട്ടും റിയാക്ട് ചെയ്യില്ല. കാരണം എല്ലാ ഓർഗാനിസംസും ചത്തു കഴിഞ്ഞു.
അപ്പൊ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെസിഡ്യുവൽ ക്ലോറിൻ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് പോയിന്റ് അല്ലെ? അപ്പൊ അതാണ് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ. പിന്നെ നമ്മൾ വല്ല എപ്പിഡമിക് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് പകരുന്ന അസുഖം, വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ പകരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്ലോറിൻ ആഡ് ചെയ്യും വെള്ളത്തിലേക്ക്. അതിനെയാണ് സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോറിനേഷൻ പഠിച്ചു. പിന്നെ ക്ലോറിനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത്, അതായത് ഡിസിൻഫെക്ഷൻ കഴിഞ്ഞിട്ട് നോക്കിയത് എങ്ങനെയൊക്കെ നമുക്ക് വെള്ളത്തിൽ നിന്ന് ടേസ്റ്റ്, അതുപോലെ കളറ്, പിന്നെ സ്മെല്ല്, ഇത് മൂന്നും റിമൂവ് ചെയ്യാം അല്ലെ? അതിന് നമ്മൾ എയറേഷൻ, അതുപോലെ ഓസോണൈസേഷൻ, ആക്ടിവേറ്റഡ് കാർബൺ വെച്ചിട്ട് അല്ലെ, കോപ്പർ സൾഫേറ്റ് വെച്ച്, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ നമ്മൾ നിർത്തിയത് ഹാർഡ്നെസ് വെച്ചിട്ട്. എങ്ങനെ നമുക്ക് വെള്ളത്തിൽ ഹാർഡ് വാട്ടർ ആണെങ്കിൽ, നമ്മുടെ വെള്ളം ഹാർഡ് വാട്ടർ ആണെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം? ഹാർഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെള്ളത്തില് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം salts ഓഫ് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്, അതുപോലെ ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ്. ഈ കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും സോൾട്ടുകൾ ഏതൊക്കെ? കാർബണേറ്റ് ആവാം, ബൈകാർബണേറ്റ് ആവാം, ക്ലോറൈഡ്സ് ആവാം, സൾഫേറ്റ്സ് ആവാം. അപ്പൊ ആ സോൾട്ട്സ് വെള്ളത്തിൽ ഉണ്ടെങ്കിൽ the water will be hard അല്ലെ? ആ വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സോൾട്ടുകൾ വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ നമുക്ക് പറയാം വാട്ടറിന്റെ ഹാർഡ്നെസ് നമ്മൾ മാറ്റി, the water is soft അല്ലെ? അപ്പൊ അതെങ്ങനെയൊക്കെ നമുക്ക് ആ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം എന്നുള്ള പല മെത്തേഡ്സ് നമ്മൾ നോക്കി. അതുപോലെ തന്നെ നമുക്ക് 2 ടൈപ്പ് ഹാർഡ്നെസ് ഒക്കെ പഠിച്ചിരുന്നു. ടെമ്പററി ഹാർഡ്നെസ്, പെർമനന്റ് ഹാർഡ്നെസ് അല്ലെ? അപ്പൊ അതിലെ പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സും നമ്മൾ പഠിച്ചു. ലൈം സോഡ പ്രോസസ്സ്, അതുപോലെ ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ്. നമ്മുടെ സിയോലൈറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ആ സോൾട്ടുകളൊക്കെ ഒന്ന് മാറ്റും. കാൽഷ്യം, മെഗ്നീഷ്യം നമ്മൾ റീപ്ലേസ് ചെയ്ത് ആ സ്ഥാനത്ത് സോഡിയത്തിനെ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ വെള്ളം സോഫ്റ്റ് ആക്കും അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഡീമിനറലൈസേഷൻ പ്രോസസ്സ്, അതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പൊ നമ്മളുടെ വെള്ളം മുഴുവൻ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ട്രീറ്റ് ചെയ്തതിന് ശേഷം എന്താണ് അടുത്ത സ്റ്റെപ്പ്? വെള്ളം ടൗണിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ? അതായത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ആ വെള്ളം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ, അപ്പൊ അതെന്തൊക്കെയാന്ന് നമുക്കിന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അപ്പൊ ആ ട്രീറ്റഡ് വാട്ടർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ കുറെ പൈപ്പ് ലൈൻസ് ഉണ്ടാവും അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കുറെ പൈപ്പുകൾ അല്ലെ? അതായത് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് ടൗണിലേക്ക്, ഓരോ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന കുറെ പൈപ്പ് ലൈൻസ് അല്ലെ? So the treated water is supplied to the people in required quantities through distribution system. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെയാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് വെള്ളം വീടുകളിലേക്കും ഫാക്ടറീസിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. It includes the reservoir for the purpose of storage, pumps, distribution layout consisting of pipelines of various size, meter valves, hydrant and other appurtenances required for their successful operation and maintenance. എന്താ പറയുന്നത്? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെയാണുള്ളത്? ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റോറേജിന് ഉപയോഗിക്കുന്ന റിസർവോയർ. നമ്മൾ നമ്മുടെ ട്രീറ്റഡ് വാട്ടർ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ?
അപ്പൊ നമ്മൾ ഈ വെള്ളം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ആ സ്റ്റോറേജ് ടാങ്ക്, പിന്നെ അവിടുന്ന് നമ്മൾ വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന പമ്പ്, പിന്നെ വരുന്ന പൈപ്പ് ലൈൻസ്, പിന്നെന്താണ് നമ്മുടെ വാട്ടർ മീറ്റർ, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള വാട്ടർ മീറ്റേഴ്സ്, പിന്നെ നമ്മൾ ഒരു ഫയർ വന്നാൽ, ഒരു ഔട്ട് ബ്രേക്ക് ഓഫ് ഫയർ വന്നാൽ, തീപിടുത്തം വന്നാൽ വെക്കുന്ന ഹൈഡ്രൻസ്, അതുപോലത്തെ എല്ലാ അപ്പർട്ടനൻസസും എന്തിൽ അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോ നമുക്കൊരു നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. It should be capable of supplying water to the consumers at the point of consumption with sufficient pressure. അല്ലേ, നമ്മളൊക്കെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരുന്നത് ഒരു പർട്ടിക്കുലർ ഫോഴ്സിലാണ് വെള്ളം വരുന്നത് അല്ലേ, ഒരു ശക്തിയിൽ നമുക്ക് വെള്ളം കിട്ടും. അല്ലാതെ വെള്ളം നൂല് പോലെയല്ല വരുന്നത്. ഇപ്പൊ വെള്ളം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആണ് വരുന്നതെങ്കിൽ ആ വരുന്ന വെള്ളത്തിന് പ്രഷർ ഉണ്ടായിരിക്കില്ല അല്ലെ, അപ്പൊ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കില്ല. അപ്പൊ നമുക്ക് വേണ്ട വെള്ളം നമ്മൾ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ ആ വരുന്ന വെള്ളത്തിന് നല്ല പ്രഷർ ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് ആദ്യം വേണ്ടത്. അപ്പൊ നമ്മളിത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടെ വരുന്ന വെള്ളത്തിന് നല്ല പ്രഷർ ഉണ്ടായിരിക്കണം. പിന്നെ it should supply treated water up to the consumer with same degree of quality. That is, water should not be polluted in the distribution system. അതായത് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെങ്കിൽ ഈ പൈപ്പുകളിലൊന്നും ബാക്ടീരിയാസ് ഒന്നും അടങ്ങിയിട്ടുണ്ടാവരുത് അല്ലെ. ഈ ട്രീറ്റ്മെന്റ്, ഈ പ്ലാന്റിൽ നമ്മൾ എത്ര പ്യൂരിറ്റിയിലാണോ വെള്ളം ട്രീറ്റ് ചെയ്തത് അതേ ക്വാളിറ്റിയിൽ തന്നെ വെള്ളം വീട്ടിലും എത്തണം. പിന്നെ അതുപോലെ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഷുഡ് റീച്ച് ഫോർ ഡൊമസ്റ്റിക് യൂസ്, ഇൻഡസ്ട്രിയൽ യൂസ്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള വെള്ളം ലഭിക്കണം, ആവശ്യത്തിനുള്ള വെള്ളം ലഭിച്ചിരിക്കണം അല്ലെ. അപ്പൊ അത്രയും സപ്ലൈ ചെയ്യാൻ സാധിക്കണം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്, അതുപോലെ ഇൻഡസ്ട്രിയൽ യൂസിനും. പിന്നെ it should be capable of supplying the required quantity of water for firefighting purpose during fire accidents. അതായത് തീപിടുത്തം നടക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു തീ കെടുത്താനും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വെള്ളം ഉണ്ടായിരിക്കണം. It should be capable of supplying water through some other line in the case of breakdown or repairs of one line. അതായത് ഏതെങ്കിലും ഒരു പൈപ്പ് പൊട്ടിയാൽ അപ്പൊ നമുക്ക് ആ ഒരു പൈപ്പ് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനത്തെ ഒരു അവസരത്തില് വേറെ ഏതെങ്കിലും ഒരു പൈപ്പിലൂടെ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് വെള്ളം ലഭിക്കണം. അതായത് ഒരു പൈപ്പിനെ മാത്രം ആശ്രയിച്ചിരിക്കാൻ പറ്റില്ല, കാരണം അതിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലീക്കോ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പൊ നമുക്ക് വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരരുത്. അപ്പൊ 1 or more സോഴ്സ് വേണം ഒരു സ്ഥലത്തേക്ക്. എന്നാൽ ഒന്ന് റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേതിലൂടെ വെള്ളം ലഭിക്കും. പിന്നെ അതുപോലെ quality of pipes and pipe joints should be good so that they do not burst or leak to cause pollution and wastage of water. അതായത് നമ്മുടെ പൈപ്പും അതുപോലെ പൈപ്പിന്റെ ജോയിന്റുകൾ, കൊടുക്കുന്ന ജോയിന്റ് ഒക്കെ ഹൈ ക്വാളിറ്റി ആയിരിക്കണം അല്ലെ, പൊല്യൂഷൻ ഉണ്ടാവരുത്. അതായത് ബാക്ടീരിയാസും ഒന്നും അടങ്ങിയിട്ടുണ്ടാവരുത്. പിന്നെ അതുപോലെ നല്ല ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ലീക്ക് ഒന്നും വരരുത്. അപ്പൊ നമുക്ക് വേണ്ട പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു പൈപ്പാണെങ്കിൽ ആ വെള്ളം ഒരു പ്രഷറിൽ വന്നാൽ പൈപ്പ് പൊട്ടിപ്പോകും അല്ലെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് ആ ഒരു ക്വാളിറ്റി ഉള്ളതായിരിക്കണം, പൊട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ മെയിൻ ലൈനുകളൊക്കെ കാസ്റ്റ് അയണിന്റെയോ ഒക്കെ കോൺക്രീറ്റിന്റെ ഒക്കെ പൈപ്പ് ലൈൻസ് ആയിരിക്കും മെയിൻ പൈപ്പ് ലൈൻസ്. പിന്നെ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന പൈപ്പ് ലൈൻസ് ഒക്കെ ഒരുപക്ഷെ PVC ആവാം, കാരണം ആ ഒരു വീട്ടിലേക്കുള്ള വെള്ളം മാത്രം ആ ഒരു പൈപ്പിന് ക്യാരി ചെയ്താൽ മതി അല്ലെ. പക്ഷേങ്കിൽ മെയിൻ പൈപ്പ് ലൈനിൽ
ഒരുപാട് വീടുകളിലേക്കുള്ള വെള്ളമാണ് ആ മെയിൻ പൈപ്പ് ലൈനിലുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രഷറും ആ പൈപ്പ് ലൈൻസിലേക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ആ മെയിൻ പൈപ്പ് ലൈൻ ആ ഒരു മെറ്റീരിയൽ വെച്ചായിരിക്കണം ഉണ്ടാക്കിയിട്ടുള്ളത്. അത്രയും പ്രഷർ താങ്ങാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാസ്റ്റ് അയണോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പൈപ്പൊക്കെ ഒരുപാട് താങ്ങാൻ പറ്റും, പ്രഷർ സ്ട്രെസ് താങ്ങാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. It should not cause obstruction to the traffic during repairs. പൊതുവെ എന്താണ്, നമ്മുടെ റോഡിന്റെ അടിയിലൂടെയൊക്കെയാണ് ഈ പൈപ്പ് ലൈൻസ് പോകുന്നത് അല്ലേ. അപ്പൊ ഈ പൈപ്പ് ലൈനിന് എന്തെങ്കിലും ഒരു കേട് വന്നാൽ അത് റിപ്പയർ ചെയ്യുമ്പോൾ ട്രാഫിക്കിന് അതൊരു എന്താണ് ബുദ്ധിമുട്ടാവരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ റോഡിന്റെ സൈഡിലൂടെയാണ് പൈപ്പ് ലൈൻസ് ഇടുന്നത് അല്ലേ. അപ്പൊ സൈഡിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ട്രാഫിക്കിനെ ബാധിക്കില്ല. So for roads wider than 25 meter, the distributor pipes should be provided on both sides of the road by running rider mains suitably linked with trunk main. അതായത് വലിയ നല്ല വീതിയുള്ള റോഡുകളാണെങ്കിൽ അതിന്റെ രണ്ട് സൈഡിലും നമുക്ക് പൈപ്പ് ലൈൻസ് ഇടാം. നേരെ മറിച്ച് നാരോ റോഡ്സ് ആണെങ്കിൽ ഒരു സൈഡിലെ നമ്മൾ പൈപ്പ് ലൈൻസ് ഇടും. വലിയ വീതിയുള്ള റോഡാണെങ്കിൽ രണ്ട് സൈഡിലും പൈപ്പ് ലൈൻസ് ഇടാം. ആ രണ്ട് പൈപ്പ് ലൈനിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റൈഡർ മെയിൻസ് അങ്ങനെ ഒരു കണക്റ്റിംഗ് പൈപ്പാണത്. കണക്റ്റിംഗ് പൈപ്സും ഇടാം. It should not be laid below sewer lines carrying waste water to avoid any further pollution. നമ്മുടെ സീവേജ്, നമുക്ക് പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഒന്ന് വെള്ളം ക്യാരി ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ഉണ്ട്, അതായത് ട്രീറ്റഡ് വാട്ടർ കുടിവെള്ളം ക്യാരി ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന വേറൊരു പൈപ്പ് ലൈനും കൂടെ ഉണ്ടാവും അല്ലെ. വീടുകളിലൊക്കെ വെള്ളം അങ്ങോട്ടേക്ക് മാത്രം പോരാ, വീട്ടില് ആ യൂസ് ചെയ്ത വെള്ളം തിരിച്ച് പോവണം, വീട്ടിൽ നിന്ന് പോവണം. അതിന് നമ്മളൊരു പൈപ്പ് ലൈൻ ഇടും അല്ലെ. അതാണ് സീവർ ലൈൻ. സീവർ എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈൻ ക്യാരിയിങ് വേസ്റ്റ് വാട്ടർ. അപ്പൊ അങ്ങനെ വേസ്റ്റ് വാട്ടർ പോകുന്ന ആ ലൈന്, വേസ്റ്റ് വാട്ടർ പോകുന്ന പൈപ്പിന്റെ അടിയിലായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ വാട്ടർ സപ്ലൈ ലൈൻ ഇടില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, വേസ്റ്റ് വാട്ടർ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ലീക്ക് ഒക്കെ വന്നാൽ അത് നേരെ മറ്റേ പൈപ്പ് ലൈനിലേക്ക് കയറാൻ സാധ്യതയുണ്ട് അല്ലെ. രണ്ട് പൈപ്പ് ലൈൻസിലും ഒരു ചെറിയ ക്രാക്ക് വന്നാൽ മതി, അപ്പൊ ആ വേസ്റ്റ് വാട്ടർ നമ്മുടെ നല്ല പൈപ്പിലേക്ക് കയറും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും പൈപ്പ് ലേ ചെയ്യാൻ പാടില്ല. System should be simple and easy to operate and repair, thus keeping troubles, maintenance and running costs to a minimum. അതായത് നമ്മുടെ സിസ്റ്റം നമ്മൾ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പൈപ്പ് ലൈൻസ് ഇടരുത്, അതൊരു പാറ്റേണിലൊക്കെ ഇടണം. അത് നമുക്ക് നോക്കാം, വഴിയെ നോക്കാം ഏതൊക്കെ പാറ്റേൺസിലാണ് നമ്മൾ ഓരോ ടൗണിനും നമ്മൾ പൈപ്പ് ലൈൻസ് ഇടുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇടണം, എന്നാലേ നമ്മുടെ ഓപ്പറേഷൻ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും റിപ്പയർ കോസ്റ്റും ഒക്കെ വളരെ ചുരുക്കത്തിലാവും. പിന്നെ അതുപോലെ ഇനിഷ്യൽ കോസ്റ്റ് ഷുഡ് ബി ലെസ് റിസൾട്ടിങ് ഇൻ ഓവറോൾ എക്കോണമി. അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങില് നമ്മൾ ലേ ചെയ്യാൻ എടുക്കുന്നതാണ് ഇനിഷ്യൽ കോസ്റ്റ് അല്ലെ, അതും ഏറ്റവും കുറവായിരിക്കണം. Minimum pipe size of 100 mm for towns having population up to 50,000 to 150,000 to 150 mm pipe for those above 50,000 population are recommended. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് നമ്മുടെ പൈപ്പിന്റെ ഡയമീറ്റർ മാറും. പോപ്പുലേഷൻ 50,000 താഴെയാണെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ ഡയമീറ്റർ വരുന്ന പൈപ്പുകളാണ് നമ്മൾ പൊതുവെ ലേ ചെയ്യാം. നേരെ മറിച്ച് 50,000 കൂടുതലാണ് ആ ഒരു ടൗണിന്റെ പോപ്പുലേഷൻ എങ്കിൽ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത് ഒരു 15 സെന്റിമീറ്ററിൽ കൂടുതലാവാം. 15 or above ആയിരിക്കും പൈപ്പിന്റെ ഡയമീറ്റർ. എന്നാലേ അതിൽ അത്രത്തോളം വെള്ളം, നമുക്ക് കൂടുതൽ വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിന്റെ ഡയമീറ്റർ, സൈസ് ഓഫ് ദ പൈപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് ദ ടൗൺ. Okay.
അപ്പൊ അതൊക്കെയാണ് നമുക്ക് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ സിസ്റ്റംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെ തരത്തിൽ നമുക്ക് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അത് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഒരിക്കൽ പഠിച്ചത് തന്നെയാണ്. നമുക്കൊന്ന് വേഗം നോക്കാം. Depending on the pressure of the distribution system, it is classified into 3 types. അപ്പൊ പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഗ്രാവിറ്റി സിസ്റ്റം, ഡയറക്റ്റ് പമ്പിംഗ് സിസ്റ്റം, കമ്പൈൻഡ് സിസ്റ്റം ഓർ ഡ്യുവൽ സിസ്റ്റം. അതായത് ഇത് രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് മൂന്നാമത്തത്. അപ്പൊ ഓരോന്ന് നമുക്ക് എന്താന്ന് നോക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ ഏത് സിസ്റ്റം, നമ്മൾ പറഞ്ഞ 3 സിസ്റ്റംസ് അല്ലെ, ഗ്രാവിറ്റി സിസ്റ്റം ആണെങ്കിലും പമ്പിംഗ് സിസ്റ്റം ആണോ അതോ രണ്ടും കൂടെ ചേർന്നതാണോ, ഏത് സിസ്റ്റം ആണ് നമുക്ക് ആവശ്യം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയാണ്? The level of source of water and that of the city. അതായത് സോഴ്സ്, വെള്ളത്തിന്റെ സോഴ്സും സിറ്റിയും എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, പൊസിഷൻ, അവരുടെ എന്താണ് നമ്മുടെ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയാം. ഇപ്പോ സോഴ്സ് ഓഫ് വാട്ടർ മുകളിലാണ്, നമ്മുടെ സിറ്റി താഴെയാണെങ്കിൽ നമുക്ക് ഗ്രാവിറ്റി സിസ്റ്റം മതി അല്ലെ. അതായത് ഗ്രാവിറ്റി വഴി വെള്ളം ഒഴുകും, മുകളിൽ നിന്ന് താഴേക്ക് ടൗണിലേക്ക് ഒഴുകാം, ഗ്രാവിറ്റി സിസ്റ്റം മതി. നേരെ മറിച്ചാണെങ്കിൽ, അതായത് സോഴ്സ് താഴെയും നമ്മുടെ സിറ്റി ഒരു മലയുടെ മുകളിൽ ഒരു ഹില്ലിലാണെന്ന് വിചാരിക്കുക ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? വെള്ളം പമ്പ് ചെയ്യണം അല്ലെ, അതാണ് പമ്പിംഗ് സിസ്റ്റം. പിന്നെ അതുപോലെ നമുക്ക് എന്താ സെയിം ലെവലിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ലെവൽ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് കമ്പൈൻഡ് സിസ്റ്റം ഉപയോഗിക്കാം അല്ലെ. അപ്പൊ the level of the source of water and that of the city. അപ്പൊ അത് ഏത് ലെവലിലാണ് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ച് മാറും. പിന്നെ ടോപ്പോഗ്രഫി ഓഫ് ദ ഏരിയ, ആ ഒരു ഏരിയന്റെ ടോപ്പോഗ്രഫി, അതായത് പ്ലെയിൻ ഏരിയ ആണോ ഹില്ലി ഏരിയ ആണോ എന്നുള്ളതൊക്കെ അനുസരിച്ച് മാറും. പിന്നെ അതർ ലോക്കൽ കണ്ടീഷൻസ് ആൻഡ് കൺസിഡറേഷൻസ്, അതുപോലെ ബാക്കിയുള്ള ലോക്കൽ കൺസിഡറേഷൻസ് ഒക്കെ, അതായത് എന്താ പറയാ, ടെമ്പറേച്ചർ, വിൻഡിന്റെ ഡയറക്ഷനും എല്ലാം നമ്മുടെ എന്താണ് ഏത് സിസ്റ്റം എടുക്കണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം ഗ്രാവിറ്റി സിസ്റ്റം. വാട്ടർ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺലി ടു ദ കൺസ്യൂമർ പോയിന്റ്. അപ്പൊ കൺസ്യൂമറിന് വെള്ളം കിട്ടുന്നത്, അതായത് ഇപ്പൊ നമ്മുടെ ഇതിൽ കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒന്ന് എന്ന് പറയുന്നത് ക്ലിയർ വാട്ടർ റിസർവോയർ അല്ലെ, ഇതാണ് നമ്മുടെ റിസർവോയർ. അതായത് ട്രീറ്റഡ് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റിസർവോയർ. ഇതാണ് അതിന്റെ മിനിമം വാട്ടർ ലെവൽ, ഏറ്റവും ചെറിയ കുറവ് വാട്ടർ ലെവൽ. പിന്നെ 3 ഇത് സ്റ്റാറ്റിക് ഹെഡ്. 4 ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഡ്യൂറിങ് മിനിമം ഡിമാൻഡ്. എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്? നിങ്ങൾക്ക് അറിയില്ലേ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്? നമ്മുടെ വെലോസിറ്റി ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡ്, അതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് അല്ലെ. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈന് ഉദ്ദേശിക്കുന്നത് ഈ ഹെഡുകളൊക്കെ കൂട്ടിയിട്ട് വരുന്ന ആ ഒരു ലൈനാണ്, H/L എന്നൊക്കെ പറയും. നിങ്ങൾ നിങ്ങളുടെ FM-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പിന്നെ അതുപോലെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഡ്യൂറിങ് മാക്സിമം ഡിമാൻഡിലുള്ള ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനുകളാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ടോട്ടൽ ലോസ് ഓഫ് ഹെഡ്, ഇത്ര ഹെഡ് ലോസ് വരാം. പിന്നെ ഹെഡ് അവൈലബിൾ ടു ദ കൺസ്യൂമേഴ്സ്. പിന്നെ 8 എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ലൈൻസ്. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ലൈനിന്റെ ഓറിയന്റേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഭൂമിയുടെ അടിയിലാണ് നമ്മൾ പൈപ്പ് ലൈൻസ് ഇടുക അല്ലെ പൊതുവേ. അപ്പൊ ആ ഒരു പൈപ്പ് ലൈൻ ഇട്ട് ലേ ചെയ്ത പാറ്റേൺ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Suitable for situations where source of water is located at a sufficiently higher level than the town. അതായത് ടൗണിൽ മുകളിലാണ് നമ്മുടെ സോഴ്സ് എങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ് ഗ്രാവിറ്റി സിസ്റ്റം. The fundamental requirement for the suitability of this system is that the difference of level between the source and any consumer point should be sufficient enough as to maintain the required pressure after allowing the frictional and other losses in the pipe. അതായത് നമ്മുടെ പൈപ്പിൽ പല ടൈപ്പ് ലോസുകൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇൻലെറ്റിൽ കൊടുക്കുന്ന വെള്ളം അതേ അളവിൽ ഔട്ട്ലെറ്റിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ പൈപ്പിലൂടെ ഒഴുകുന്ന സമയത്ത് പൈപ്പിനുള്ള ഫ്രിക്ഷൻ, ആ പൈപ്പിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാം. അപ്പൊ ആ ഫ്രിക്ഷൻ കാരണം ഉള്ള ലോസ് ഉണ്ടാവാം. പിന്നെ അതുപോലെ ഇൻലെറ്റ് ലോസ്, ഔട്ട്ലെറ്റ് ലോസ് അല്ലെ, പല ടൈപ്പ് ലോസസ് ഉണ്ട് അല്ലെ, നിങ്ങൾക്കറിയാം. അപ്പൊ ആ ലോസസ് ഒക്കെ കഴിഞ്ഞ് ഔട്ട്ലെറ്റിൽ എത്തുമ്പോ എന്ത് പറ്റും? നമ്മുടെ വെള്ളത്തിൽ കുറച്ച് കുറവ് വരാം. അപ്പൊ പറയുന്നത് എന്താണ്? നമ്മുടെ സോഴ്സും അതുപോലെ ടൗണും ആയിട്ട് നല്ല ലെവൽ ഡിഫറൻസ് വേണം. എന്നാലേ നമ്മുടെ ഈ ലോസസ് ഒക്കെ കഴിഞ്ഞ ശേഷവും നമുക്ക് വേണ്ട പ്രഷറിൽ വെള്ളം ടൗണിലേക്ക് ലഭിക്കും. കാരണം നമ്മുടെ ഈ വെള്ളത്തിന്റെ എമൗണ്ട് കുറയും തോറും അതിന്റെ പ്രഷറും കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ടൗണിൽ നമ്മൾ വിചാരിക്കുന്ന പ്രഷറിൽ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത്രയും ലെവൽ ഡിഫറൻസ് രണ്ടും തമ്മിൽ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഗ്രാവിറ്റി സിസ്റ്റം ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ it is economical and reliable since no pumping is involved at any stage. പമ്പിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചീപ്പാണ് അല്ലെ, എക്കണോമിക്കൽ ആണ്. But needs a lake or storage reservoir as a source of supply located at a sufficiently higher level. പക്ഷെ എന്താണ് ഇതിന് വേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റോറേജ് റിസർവോയർ. ഈ സ്റ്റോറേജ് റിസർവോയർ ഉണ്ടെങ്കിലേ നമുക്ക് സപ്ലൈ ചെയ്യാനുള്ള ഒരു സോഴ്സ് ആവുള്ളൂ അല്ലെ. അപ്പൊ പറയുന്നത് ഇപ്പൊ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചതില് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ശരിക്കുള്ള ഹെഡ് ഇത്രയാണ് അല്ലെ. ഇപ്പൊ നമുക്കിപ്പോ ഈ ലെവലിലാണ് സോഴ്സിൽ വെള്ളം ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോ ആ അതേ ഹെഡാണ് ശരിക്കും നമുക്ക് ലഭിക്കേണ്ടത് ടൗണില്. പക്ഷേ എന്ത് പറ്റും? നമ്മുടെ പൈപ്പിലൂടെ ഒഴുകുന്ന സമയത്ത് പല ലോസസ് ഉണ്ടാവും. ഫ്രിക്ഷണൽ ലോസ്, ഇൻലെറ്റ് ലോസ്, എക്സിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ലോസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് കുറയും അല്ലെ. ആ കുറയുന്നതാണ് കാണിച്ചത്, കുറയും. അപ്പൊ അത്രത്തോളം ഹെഡ് കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? അത്രത്തോളം പ്രഷർ കുറയും. അപ്പൊ നമ്മുടെ പ്രഷർ പിന്നെ ഇത്രയായി മാറും അല്ലെ, പ്രഷർ ഹെഡ് ഇത്രയായി മാറും ഈ ലോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ആ ഒരു പ്രഷർ എന്ന് പറയുന്നതും നമുക്ക് വേണ്ട പ്രഷർ ആയിരിക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അടുത്തത് ഡയറക്റ്റ് പമ്പിംഗ് സിസ്റ്റം. നമ്മൾ പമ്പ് ചെയ്തെടുക്കുകയാണ്. The treated water is directly pumped into the distribution pipe by means of high lift pumps without storing anywhere. അതായത് ഒരു സ്റ്റോറിംഗ് ടാങ്ക് ഇല്ല, നമ്മൾ നേരെ പമ്പ് വഴി അങ്ങ് പമ്പ് ചെയ്തെടുക്കുകയാണ്. Pump should be capable of being operated at variable speeds to meet the maximum and minimum demands and maintain sufficient residual pressures at various points of consumption. അതായത് പല സ്പീഡിലും ആ ഒരു പമ്പിന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ മാക്സിമം ഡിമാൻഡും മിനിമം ഡിമാൻഡും ഒക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കണം. അതായത് പെട്ടെന്ന് ഒരു മാക്സിമം ഡിമാൻഡ് എപ്പോഴാണ്? നമ്മൾ ഓരോ ദിവസത്തിലും നമ്മൾ പഠിച്ചു അല്ലേ, ഡെയിലി വേരിയേഷൻ എപ്പോഴാണ്? രാവിലെ ഒരു 6 to 8, അതുപോലെ വൈകിട്ട് ഒരു 6 to 8 നമുക്ക് വെള്ളം ഒരുപാട് ആവശ്യമായിരിക്കും. നേരെ മറിച്ച് ഉച്ചയ്ക്ക് ഒന്നും നമുക്ക് അത്ര വെള്ളം ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് ആ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പമ്പ് ചെയ്യാൻ സാധിക്കണം. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്?
Continuous skilled supervision is required to operate the pumps at varied speed. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വേണം, എന്നാലേ ആ പമ്പ് നമുക്ക് ഏത് സ്പീഡിലാണോ വേണ്ടത് ആ സ്പീഡിലേക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ പവർ ഫെയിലിയർ വന്നാൽ അല്ലെങ്കിൽ പമ്പിന് എന്തെങ്കിലും കേട് വന്ന് റിപ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്ക് വെള്ളം ലഭിക്കില്ല അല്ലെ, വാട്ടർ കനോട്ട് ബി സപ്ലൈഡ് അല്ലെ. പിന്നെ അതുപോലെ പമ്പൊക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി സിസ്റ്റം, കോസ്റ്റ് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് പ്രിഫേർഡ് ആണ് പമ്പിംഗ് സിസ്റ്റം. പക്ഷെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ ഫയർ ആക്സിഡന്റ് വരുന്ന സമയത്ത്, അതായത് പെട്ടെന്ന് ഔട്ട്ബ്രേക്ക് ഓഫ് ഫയർ വന്നാൽ ഒരുപാട് വെള്ളം വേണ്ടി വരും അല്ലെ, ആ സമയത്തൊക്കെ പമ്പിംഗ് സിസ്റ്റം വളരെ ഉപകാരകരമാണ്. കാരണം നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും നമുക്ക് പമ്പ് ചെയ്ത് വേഗം പമ്പ് ചെയ്ത് എടുക്കാം. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഗ്രാവിറ്റി സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രഷറിൽ നമുക്ക് വെള്ളം എത്തിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ചൊരു പമ്പിംഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം വേണമെങ്കിൽ ഇതിനനുസരിച്ച് പമ്പിംഗ് സ്പീഡ് കൂട്ടാം അല്ലേ. അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ രണ്ട് കമ്പൈൻഡ് ഓർ ഡ്യുവൽ സിസ്റ്റം, രണ്ടും കൂടി ചേർന്ന സിസ്റ്റം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പമ്പിംഗ് വിത്ത് സ്റ്റോറേജ് സിസ്റ്റം അല്ലെ. പമ്പിങ്ങും ഉണ്ട്, പക്ഷെങ്കിൽ അവിടെ റിസർവോയറും ഉണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള റിസർവോയറും ഉണ്ട്. അപ്പൊ പമ്പിംഗ് വിത്ത് സ്റ്റോറേജ് സിസ്റ്റം ഓർ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സിസ്റ്റം എന്നൊക്കെ വിളിക്കും ഏത് കമ്പൈൻഡ് ഓർ ഡ്യുവൽ സിസ്റ്റത്തിന്. അവിടെ എന്താ ചെയ്യുന്നത്? The treated water is pumped at constant rate into an elevated reservoir as well as directly into the distribution system. അപ്പോൾ നമ്മൾ വെള്ളം പമ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ എലിവേറ്റഡ് റിസർവോയർ. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയൊക്കെ നിങ്ങൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു എലിവേറ്റഡ് ഓവർഹെഡ് ടാങ്ക്. വലിയ എന്താണ് ഓവർഹെഡ്, നമ്മുടെ ഒരു എന്താ പറയാ ഒരു ടവറിന്റെ മുകളിൽ ഒരു ടാങ്ക്, ഓവർഹെഡ് ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ വെള്ളം ആ ഒരു ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് വെക്കും. അപ്പൊ ഇപ്പൊ നമ്മുടെ ടാങ്കിൽ വെള്ളം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയറക്ട്ലി വെള്ളം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്കും സപ്ലൈ ചെയ്യും. അപ്പൊ ഡ്യൂറിങ് ദ മിനിമം ഡിമാൻഡ് പമ്പിംഗ് റേറ്റ് ഇസ് മോർ ദാൻ ദ ഡിമാൻഡ്. അപ്പൊ നമുക്ക് ഡിമാൻഡ് കുറവുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ വെള്ളം പമ്പ് ചെയ്യും. എന്നിട്ട് ആ കൂടുതൽ എമൗണ്ടിൽ വരുന്ന വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ വെള്ളം അത്യാവശ്യമായി വരുന്നത് അപ്പൊ ഈ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് മോസ്റ്റ് വൈഡ്ലി അഡോപ്റ്റഡ് സിസ്റ്റം. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് അവിടെ ഗ്രാവിറ്റിയും വഴിയും വെള്ളം കിട്ടും ഫ്രം ദ ഓവർഹെഡ് ടാങ്ക്. പിന്നെ നമുക്ക് പമ്പിംഗ് വഴി നമുക്ക് ഡയറക്ട്ലി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്കും വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരേണ്ട പ്രഷർ എത്രയാണ്? ഈ ഒരു പോയിന്റിലാണ് ഹെഡ് നിൽക്കേണ്ടത്. പക്ഷേങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ കുറെ ലോസസ് വരാം. ഫ്രിക്ഷണൽ ലോസ്, മൈനർ ലോസസ്, മേജർ ലോസസ് ഒക്കെ വരും. അപ്പൊ ആ ലോസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഹെഡ് അങ്ങ് കുറയും. ആ കുറഞ്ഞതാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ പോയിന്റിൽ എത്തുമ്പോൾ ഹെഡ് കുറഞ്ഞ് ഒരു ലെവലിലെത്തും. അപ്പൊ ലോസ് ഓഫ് ഹെഡ് ആണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്, ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി അഡോപ്റ്റഡ് സിസ്റ്റം. നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കമ്പൈൻഡ് സിസ്റ്റം ആണ്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? Pumps can be operated with uniform speed at their rated capacity. അപ്പൊ നമുക്ക് ഒരു യൂണിഫോം സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാം പമ്പിന്. അതായത് നേരത്തെ പറഞ്ഞ പമ്പിംഗ് സിസ്റ്റത്തിൽ നമ്മൾ സ്പീഡ് വേരി ചെയ്ത് കൊടുക്കണം അല്ലേ, അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെ ആവുമ്പോൾ നമുക്ക് ഒരു സ്പീഡ് തന്നെ നമുക്ക് കൊടുക്കാം. അതായത് മിനിമം ഡിമാൻഡ് ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ വെള്ളം പമ്പ് ചെയ്ത് ബാക്കി വരുന്നത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഡിമാൻഡ് കൂടുമ്പോൾ ആ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളമാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ ഒഴുക്കി വിടുന്നത്. ഓക്കെ,
It is reliable system as there is always some reserve water in the elevated tank to augment the supply during peak demand, power failure and breakdown. അതായത് ഇതൊരു റിലയബിൾ സിസ്റ്റം ആണ്. ഇത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സിസ്റ്റം ആണ്. എന്താണ്, നമുക്ക് അഥവാ പവർ അതായത് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ലഭിക്കും. അങ്ങനെ പവർ ഫെയിലിയർ വരുന്ന സമയത്തും നമുക്ക് വിശ്വസിക്കാവുന്ന, നമുക്ക് വെള്ളം ലഭിക്കുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്, കമ്പൈൻഡ് സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഫയർ ആക്സിഡൻസ് large quantity of water can be drawn directly from the elevated reservoir and also by pumping. അല്ലേ, നമുക്ക് പെട്ടെന്നൊരു എന്താണ് തീപിടുത്തം വന്നാൽ രണ്ട് രീതിയിൽ നമുക്ക് വെള്ളം ലഭിക്കാം. ഒന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഓവർഹെഡ് ടാങ്കിൽ നിന്ന്, പിന്നൊന്ന് നമുക്ക് പമ്പിംഗ് വഴിയും. അപ്പൊ നമുക്ക് ഒരുപാട് വെള്ളം നമുക്ക് ഫയറിന് കിട്ടാം. രണ്ട് രീതിയിലും നമുക്ക് ഫയർ കെടുത്താൻ വേണ്ടി വെള്ളം ലഭിക്കും. പിന്നെ ഇറ്റ് ഈസ് എക്കണോമിക് ആൻഡ് എഫിഷ്യന്റ് സിസ്റ്റം. വളരെ എക്കണോമിക്കൽ സിസ്റ്റം ആണ്, അതായത് കോസ്റ്റ് ചുരുങ്ങിയ ഒരു സിസ്റ്റം ആണ്. എന്നുവെച്ചാൽ നമ്മുടെ പമ്പിംഗ് സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ എക്കണോമിക് ആണ്. അപ്പൊ ഇത് മൂന്നുമാണ് സിസ്റ്റംസ് ഓഫ് വാട്ടർ സപ്ലൈ. ഇനി നമുക്ക് how maintaining required pressure in the distribution system. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് വേണ്ട പ്രഷർ, റിക്വയർഡ് പ്രഷർ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. The available pressure or residual pressure in the distribution system depends on the following factors. എന്തിനൊക്കെയാണ് നമ്മുടെ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതായത് നമുക്ക് അവസാനം കിട്ടേണ്ട പ്രഷർ, നമ്മൾ പൈപ്പ് തുറന്നാൽ നമുക്ക് കിട്ടേണ്ട പ്രഷർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ആ റെസിഡ്യുവൽ പ്രഷർ, അവസാനത്തെ ആ ഒരു പ്രഷർ നമുക്ക് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കാം. The purpose for which water is supplied. അതായത് ഒന്ന് നമ്മുടെ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ പ്രഷറിലാണ് വെള്ളം ലഭിക്കേണ്ടത്. നേരെ മറിച്ച് ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ കുറച്ചുകൂടെ ഹൈ റേറ്റിൽ നമുക്ക് വെള്ളം വേണം. നേരെ മറിച്ചൊരു ഔട്ട് ബ്രേക്ക് ഓഫ് ഫയർ ആണെങ്കിൽ, തീപിടുത്തമാണെങ്കിൽ വളരെ ഹൈ റേറ്റിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്, അല്ലെ, ഹൈ പ്രഷറിലായിരിക്കണം വരുന്ന വെള്ളം. അപ്പൊ എന്ത് പർപ്പസിനാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതുപോലെ മീറ്ററിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ. അവിടെ ഉള്ള മീറ്ററിംഗ് ഫെസിലിറ്റി, നമ്മുടെ വീട്ടിലേക്ക് വാട്ടർ മീറ്റർ, ഏത് മീറ്റർ ആണോ, ഇപ്പൊ ഇൻഡസ്ട്രീസിന് നമ്മുടെ വീട്ടിൽ വെക്കുന്ന മീറ്റർ ആയിരിക്കില്ല ഇൻഡസ്ട്രിക്ക് വെക്കുന്നത്, അല്ലെ. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എക്കണോമിക് കൺസിഡറേഷൻസ്, കോസ്റ്റ് നോക്കിയിട്ട്, പിന്നെ അതുപോലെ അവിടുത്തെ ടോപ്പോഗ്രഫി നോക്കിയിട്ട്, അതായത് ഇപ്പൊ ഈ സോഴ്സ് മുകളിലും അതുപോലെ നമുക്ക് കിട്ടേണ്ട സ്ഥലം, ടൗണ് താഴെയാണെങ്കിൽ നമുക്ക് ഹൈ പ്രഷറിൽ തന്നെ കിട്ടും. നേരെ മറിച്ച് നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രഷർ കുറയും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടോപ്പോഗ്രഫി, അല്ലേ. അപ്പൊ പൊതുവെ പറയുന്നത് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് എ പ്രഷർ ഓഫ് 0.07 to 0.15 ന്യൂട്ടൺ പെർ mm² is sufficient. അപ്പൊ നമ്മുടെ വീടുകളിലേക്ക് വേണ്ട പ്രഷർ ഇതാണ്. പിന്നെ നമ്മുടെ ഫയർ ഹൈഡ്രന്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഫയർ ഹൈഡ്രൻസിന് വേണ്ട പ്രഷർ 0.1 ന്യൂട്ടൺ പെർ mm² എങ്കിൽ എന്തായാലും വേണം. പിന്നെ the height of elevated reservoir should be slightly more than the sum of residual pressure head required and the head loss due to major and minor loss. അതായത് നമ്മൾ മൂന്നാമത് പറഞ്ഞ സിസ്റ്റം ഇല്ലേ, കമ്പൈൻഡ് സിസ്റ്റം, അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു എലവേറ്റഡ് റിസർവോയർ ഉണ്ടാക്കി വെക്കും, അല്ലേ. അപ്പൊ പറയുന്നത് ആ ഉണ്ടാക്കുന്ന എലിവേറ്റഡ് റിസർവോയർ, അതായത് ആ ടവറിന്റെ മുകളിൽ നിൽക്കുന്ന ഓവർഹെഡ് ടാങ്ക്, അപ്പൊ ആ ഒരു ടാങ്കിന്റെ ഹെഡ്, അതായത് അതിന്റെ ഹൈറ്റ് എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കണം. എത്ര കൂടുതലായിരിക്കണം? നമ്മുടെ പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോ ഞാൻ പറഞ്ഞു കുറെ ലോസസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അല്ലെ. ഫ്രിക്ഷണൽ ലോസ്, മേജർ ലോസസ്, മൈനർ ലോസസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ഈ ഫ്രിക്ഷൻ ലോസ് ഒരു മേജർ ലോസ് ആണ് കേട്ടോ. അപ്പൊ ഈ മേജറും മൈനർ ലോസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ലോസസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ടാപ്പിലേക്ക് വേണ്ട പ്രഷർ എത്രയാണോ, ഹെഡ് എത്രയാണോ, ആ ഹെഡിൽ വെള്ളം ലഭിക്കണം. അപ്പൊ ഈ ലോസും കൂടെ ഈ ഒരു ഹൈറ്റിന് കൂടി ആഡ് ചെയ്യണം, ഹൈറ്റിനോട് കൂടി ആഡ് ചെയ്യണം. എന്നാലേ ആ ലോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട പ്രഷർ വീട്ടിലെത്തും. ഓക്കെ. പിന്നെ അതുപോലെ if it is a direct system, capacity of pumps should be sufficient enough as to maintain the required residual head even during peak hours. ഡയറക്റ്റ് സിസ്റ്റം ആണെങ്കിൽ, അതായത് നമ്മുടെ ഡയറക്റ്റ് പമ്പിംഗ് സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ പമ്പിനൊക്കെ നല്ല കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. കാരണം മാക്സിമം ഡിമാൻഡ് വരുന്ന സമയത്തും വെള്ളം കൊടുക്കാൻ സാധിക്കണം. ഓക്കെ. പിന്നെ അടുത്ത പറയുന്നത് സ്റ്റോറേജ് ഓഫ് വാട്ടർ. വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ ഇറ്റ് is stored either in underground reservoirs or surface reservoirs on the ground or overhead reservoirs. അപ്പൊ നമ്മുടെ ഈ ട്രീറ്റ് ചെയ്ത് വെച്ച വെള്ളം എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം? ഒന്നെങ്കിൽ ഭൂമിയുടെ അടിയിൽ ഒരു റിസർവോയർ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ സർഫസിൽ നമ്മൾ ഈ ടാങ്ക് ഒക്കെ കാണുന്നില്ലേ, വലിയ ടാങ്കുകളൊക്കെ, അതുപോലെ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ ഓവർഹെഡ് ടാങ്ക് ആയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ആ ടവറിന്റെ മുകളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഓവർഹെഡ് ടാങ്ക്, അങ്ങനെയും സ്റ്റോർ ചെയ്യാം. അതിനെ പറയുന്നത് എലവേറ്റഡ് റിസർവോയേഴ്സ് എന്നാണ്. അതായത് കുറച്ച് ഉയർത്തിയിട്ടുള്ള റിസർവോയർ. It is built to furnish storage to meet fluctuations in demand and serve as balancing tanks to maintain the required pressure during peak hours. അപ്പൊ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഡിമാൻഡ് എപ്പോഴും ഒരേപോലെ അല്ല. ചില സമയത്ത് കൂടുതലായിരിക്കും, ചില സമയത്ത് കുറവായിരിക്കും. അപ്പൊ ആ ഒരു ഫ്ലക്ച്വേഷനെ എന്ത് ചെയ്യാൻ, ആ ഫ്ലക്ച്വേഷൻ ഓഫ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടാങ്ക് ഉണ്ടാക്കി വെക്കുന്നത്. വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ടാങ്ക് ഉണ്ടാക്കി വെക്കുന്നത്. The capacity of this balancing tank is fixed by mass curve technique. നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു മാസ് കർവ് പറഞ്ഞിരുന്നു അല്ലെ. മാസ് കർവ് എന്താണ്? മാസ് കർവ് പറഞ്ഞത് അതോ എനിക്ക് തോന്നുന്നു നിങ്ങൾ മുന്നേ പഠിച്ചതാണ്, ഒരുപക്ഷെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മാസ് കർവ്. മാസ് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് അല്ലെ. ഗ്രാഫ് വിത്ത് ക്യുമുലേറ്റീവ് ഡിസ്ചാർജ് വേഴ്സസ് ടൈം. ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ മാസ് കർവ് എന്ന് പറയാം. പൊതുവെ നമ്മൾ ഈ ഡാം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു മാസ് കർവ് വെച്ചാണ് ആ ഒരു ടാങ്കിന്റെ ഒക്കെ കപ്പാസിറ്റി നമ്മൾ പറയാം. എത്രത്തോളം വെള്ളം അതിന് ഡിസ്ചാർജ് ചെയ്യാം ഓരോ സമയത്തും, അല്ലെങ്കിൽ എത്രത്തോളം വെള്ളം അതിൽ വന്നു ചേരുന്നുണ്ട്, റൺ ഓഫ് അല്ലെ. എന്നുവെച്ചാൽ മഴ പെയ്യുമ്പോ കാച്ച്മെന്റ് ഏരിയയിൽ നിന്ന് വെള്ളം വരും, ആ ഡാമിലേക്ക് സ്റ്റോർ ആവും. അപ്പൊ ആ സ്റ്റോർ ആവുന്ന വെള്ളം വിത്ത് ടൈം ആണ് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ആ ഗ്രാഫിനെയാണ് നമ്മൾ മാസ് കർവ് എന്ന് പറയാം. അപ്പൊ ആ മാസ് കർവ് വെച്ച് നമുക്ക് ആ ഒരു ടാങ്കിന്റെ, നമുക്ക് വേണ്ട ഈ സ്റ്റോറേജ് ടാങ്കിന്റെ കപ്പാസിറ്റി തീരുമാനിക്കാം. പിന്നെ നെസസിറ്റി ഓഫ് സർവീസ് റിസർവോയർ എന്താണ്? എന്തിനാണ് നമുക്ക് അങ്ങനെ ഒരു റിസർവോയർ ആവശ്യം? ടു ഈക്വലൈസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ഹൈ സപ്ലൈ അല്ലെ. അതായത് നമുക്ക് വരുന്ന സപ്ലൈയും അതുപോലെ ഡിമാൻഡും ഈ ഈക്വലൈസ് ചെയ്യാൻ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലക്ച്വേഷൻസ് മീറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ ടു സപ്ലൈ വാട്ടർ ഫോർ ഫയർ ഫൈറ്റിംഗ് പർപ്പസ്. പെട്ടെന്ന് തീപിടുത്തൊക്കെ ഉണ്ടായാൽ ഒരുപാട് വെള്ളം കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ സമയത്തൊക്കെ ഈ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം നമുക്ക് കൊടുക്കാം. ടു സപ്ലൈ വാട്ടർ ഡ്യൂറിങ് പവർ ഫെയിലിയർ ഓർ എനി ബ്രേക്ക് ഡൗൺ ഇൻ ദ സിസ്റ്റം അല്ലെ. പവർ ഫെയിലിയറിന്റെ സമയത്ത് നമുക്ക് വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം നമ്മുടെ എലിവേറ്റഡ് റിസർവോയറിൽ നിന്ന് കൊടുക്കാം.
to make possible the uniform rate of pumping. ആ rate of pumping യൂണിഫോം ആക്കി കൊടുക്കാം, ഒരേപോലെ കൊടുക്കാം അല്ലെ. അതായത് നമ്മുടെ ഇത് പറയുന്നത് ഡ്യുവൽ സിസ്റ്റം ആണ്. കമ്പൈൻഡ് സിസ്റ്റത്തില് ഗ്രാവിറ്റി വഴിയും പമ്പ് വഴിയും നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പമ്പിങ് യൂണിഫോം റേറ്റിലാണ് പമ്പ് ചെയ്യുന്നത് അല്ലെ. പിന്നെ ടു അവോയ്ഡ് ദ നെസസിറ്റി ഓഫ് ഹൈ റേറ്റ് പമ്പിങ് എക്യുപ്മെന്റ്സ്, ഇപ്പൊ വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ അതുപോലെ ടു അച്ചീവ് ഓവറോൾ എക്കോണമി ബൈ റെഡ്യൂസിങ് സൈസസ് ഓഫ് പൈപ്സ്, പൈപ്പ് ലൈൻസ് എക്സെട്ര. അപ്പൊ ഈ പമ്പിന്റെയും പൈപ്പിന്റെ ഒക്കെ സൈസ് കുറച്ച് നമുക്ക് കൂടുതൽ എക്കണോമിക് ആക്കാം. ഇനി അടുത്തത് ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം എല്ലാവരും, നന്നായി നോട്ടിലൊക്കെ എഴുതി വെച്ചോളൂ. ലേ ഔട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ 4 ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ആണുള്ളത്. ഡെഡ് എൻഡ് ഓർ ട്രീ സിസ്റ്റം, രണ്ടാമത്തെ ഗ്രിഡ് അയൺ സിസ്റ്റം, സർക്കിൾ ഓർ റിംഗ് സിസ്റ്റം, റേഡിയൽ സിസ്റ്റം. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ആണ് ഉള്ളത്. The suitability of any one of the above method depends on the layout of road, as the pipelines are generally run below the street pavement. ഇപ്പൊ പൊതുവെ പൈപ്പ്ലൈൻസ് എവിടെയാണ് നമ്മൾ ലേ ചെയ്യാറ്, ഇടാറ്? റോഡിന് സൈഡിലായിട്ട് അല്ലെ, നമുക്കൊക്കെ അറിയാം റോഡിന് സൈഡിലായിട്ടാണ് ഇടാറ്. അപ്പോ ആ ഒരു ടൗൺ, ഇപ്പൊ നമ്മൾ ഏത് ടൗണിലാണോ നമ്മൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് പൈപ്പ് ലൈൻസ് ഇടാൻ ഉദ്ദേശിക്കുന്നത്, ആ ടൗണിലെ റോഡ് നെറ്റ്വർക്ക് നമ്മൾ ആദ്യം നോക്കും. റോഡ് നെറ്റ്വർക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കും. അതിനടിസ്ഥാനത്തിലാണ് ഏത് പൈപ്പ് ലൈൻ സിസ്റ്റം ആണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് 4 സിസ്റ്റം നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ നോട്ടിൽ എന്തായാലും എഴുതിയിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യത്തെ ഡെഡ് എൻഡ് ഓർ ട്രീ സിസ്റ്റം. ഇറ്റ് കംപ്രൈസസ് ഓഫ് എ സപ്ലൈ മെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം ദ സർവീസ് റിസർവോയർ അലോങ് ദ മെയിൻ റോഡ്. അപ്പൊ നമുക്ക് എന്താണ്, ഒരു മെയിൻ പൈപ്പ് ഉണ്ടായിരിക്കും. നമുക്ക് ഏതൊരു സിസ്റ്റം ആണെങ്കിലും, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെങ്കിലും, നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ആ പൈപ്പ് ലൈനിനെയാണ് നമ്മൾ മെയിൻ പൈപ്പ് ലൈൻ എന്ന് പറയാം. അപ്പൊ ആ മെയിൻ പൈപ്പ് ലൈന് നല്ല ഡയമീറ്റർ കൂടിയതായിരിക്കും അല്ലെ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാസ്റ്റ് അയണോ അല്ലെങ്കിൽ കോൺക്രീറ്റോ അങ്ങനത്തെ ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ വെച്ചായിരിക്കും നമ്മുടെ മെയിൻ പൈപ്പ് ലൈൻസ് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ ആ മെയിൻ പൈപ്പ് ലൈൻ ഉണ്ട്, അത് മെയിൻ റോഡ് ഏതാണോ ആ റോഡിന്റെ സൈഡിലൂടെ മെയിൻ പൈപ്പ് ലൈൻ പോകും. എന്നിട്ട് the submains are connected to the main in both the directions along the other roads joining the main road. അപ്പൊ ബാക്കി പിന്നെ നമ്മുടെ മെയിൻ റോഡിനോട് അറ്റാച്ച് ചെയ്ത നമ്മുടെ റോഡുകൾ, ചെറിയ ചെറിയ കട്ട് റോഡ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ കട്ട് റോഡ്സിലൂടെയൊക്കെ നമ്മുടെ സബ്മെയിൻ പൈപ്പ് പോകും. അപ്പൊ മെയിനിൽ നിന്ന് എടുക്കുന്ന പൈപ്പിന്റെ പേരാണ് സബ്മെയിൻ. അപ്പൊ സബ്മെയിൻ പൈപ്പ്, സബ്മെയിൻ പൈപ്പ് മെയിൻ പൈപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇനി ഈ സബ്മെയിൻ പൈപ്പിനോട് അറ്റാച്ച് ചെയ്ത് ബ്രാഞ്ച് പൈപ്പ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ആ ബ്രാഞ്ച് പൈപ്പിലൂടെ ആണ് വെള്ളം ഒഴുകുക. പിന്നെ ചിലപ്പോൾ മൈനർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ബ്രാഞ്ച് പൈപ്പും അതുപോലെ മൈനർ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെയാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. ഈ പൈപ്പ് ലൈൻസ് ആണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തുന്നത്. ഓക്കെ, so branches and minor distributors are laid and are connected to submains as shown in the figure. അപ്പൊ കണ്ടല്ലോ എങ്ങനെയാണ് മെയിൻ പൈപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് സബ്മെയിൻ പൈപ്പ് ഉണ്ടാവുക. ആ സബ്മെയിൻ പൈപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ബ്രാഞ്ച് പൈപ്പ്സ്, ആ ബ്രാഞ്ച് പൈപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ട് മൈനർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് ഒരു ഡെഡ് എൻഡിലാണ്.
അതായത് പിന്നെ അത് അവിടുന്ന് എങ്ങും പോയില്ല. ആ ഡെഡ് എൻഡ് ആയിരിക്കും എന്ത് നമ്മുടെ വീടോ ഒക്കെ ഡെഡ് എൻഡിൽ ലാസ്റ്റ് ഒരു പോയിന്റിൽ വന്ന് നിൽക്കും. Service connections are taken from these branches and minor distributors to the individual houses. അപ്പോൾ ഈ മൈനർ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ പൈപ്പ് എന്താണ് വെള്ളം തരുന്നത്. Suitable for old towns and cities with irregular and unplanned development. അതായത് നമ്മുടെ പഴയ സിറ്റീസിലൊക്കെ നമ്മൾ ഡെവലപ്മെന്റ് ഒന്നും പ്ലാൻഡ് അല്ല അല്ലേ? അപ്പൊ റോഡൊക്കെ പല വഴിക്ക് ഇങ്ങനെ പോകും, ഒരു റെഗുലർ പാറ്റേൺ ഒന്നും ഇല്ല. കാണുന്ന വഴിയിലൊക്കെ നമുക്ക് റോഡ്സ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ടൗണുകളിലാണ് ഡെഡ് എൻഡ് സിസ്റ്റം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കൊരു ട്രീ സിസ്റ്റം എന്ന് പേര് വരാൻ കാരണം ഒരു ട്രീന്റെ മെയിൻ സ്റ്റെം ഉണ്ട്, പിന്നെ അതിന്റെ ബ്രാഞ്ചസ് ഉണ്ട് അല്ലെ? ട്രീക്ക് കുറെ ബ്രാഞ്ചസ് ഉണ്ടാവും, ആ ബ്രാഞ്ചസിന് ഒരു ഡെഡ് എൻഡ് ഉണ്ടാവും അല്ലെ? ആ ബ്രാഞ്ചിനോട് വേറെ സബ് ബ്രാഞ്ചസ് ചേരും അല്ലെ? അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു സിസ്റ്റത്തിന് ട്രീ സിസ്റ്റം എന്ന് പേര് വന്നത്. ഓക്കെ, ഒരു ഇറഗുലർ ഷേപ്പിലാണ് പൈപ്പ് ലൈൻസ് ഒക്കെ പോകുന്നത്. അതാണ് ഡെഡ് എൻഡ് സിസ്റ്റം. അപ്പൊ മെയിൻ പൈപ്പിനോട് അറ്റാച്ച് ചെയ്ത് സബ് മെയിൻ പൈപ്പിനോട് അറ്റാച്ച് ചെയ്ത് ബ്രാഞ്ചിനോട് അറ്റാച്ച് ചെയ്ത് മൈനർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജ്, അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സിസ്റ്റംസിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഡെഡ് എൻഡ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ചീപ്പർ, കോസ്റ്റ് കുറവാണ്. അതുപോലെ സിംപ്ലർ സിസ്റ്റം ആണ്, ഒന്നും ആലോചിക്കേണ്ടതില്ല. ഏത് കൂടെയാണോ നമുക്ക് കണക്ഷൻ വേണ്ടത് ആ ഡയറക്ഷനിൽ നമുക്ക് അപ്പോൾ കണക്ഷൻസ് എടുക്കാം. എക്സ്പാൻഷനും എക്സ്റ്റൻഷനും ഒക്കെ എളുപ്പമാണ്. Discharge and pressure at any point in the network can be easily calculated and hence design is easy. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം ഒരു പോയിന്റിൽ കിട്ടും, എത്ര പ്രഷറിൽ കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ അതുപോലെ it requires less number of cut off valves. കട്ട് ഓഫ് വാൽവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നമ്മുടെ മെയിൻ പൈപ്പിൽ നിന്ന് സബ് മെയിൻ പൈപ്പിലേക്ക് പോകുന്ന ആ പോയിന്റ് ആണ് കട്ട് ഓഫ് വാൽവ് വെക്കുക. വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വെള്ളം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ്, അതാണ് വാൽവ് അല്ലെ? അപ്പൊ ആ വാൽവുകളൊക്കെ കുറച്ച് മതി, ലെസ് കട്ട് ഓഫ് വാൽവുകൾ മതി. പിന്നെ അതുപോലെ ഷോർട്ടർ പൈപ്പ് ലെങ്ത് ആൻഡ് സ്മോളർ ഡയമീറ്റേഴ്സ് ആർ നീഡഡ് ആൻഡ് ദ ലേയിങ് ഓഫ് പൈപ്പ് ഇസ് ഓൾസോ ഈസി. അപ്പൊ പൈപ്പിന്റെ ഡയമീറ്റർ ഒക്കെ കുറച്ച് മതി, അതുപോലെ തന്നെ ലേ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഓക്കെ, പിന്നെ അടുത്ത അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? If there is any damage or repair in any pipeline, the complete area fed by that line cannot get water supply since water reaches any point through only one route. അതായത് നമ്മുടെ പൈപ്പില് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വന്നാൽ നമ്മൾ അവിടെ വെള്ളം സ്റ്റോപ്പ് ചെയ്യും അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഒരു ബ്രാഞ്ചിലേക്കും വെള്ളം എത്തില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ അതുപോലെ there are number of dead ends where the water becomes stagnant, leading to accumulation of sediments and deterioration of quality. Blow-off valves or drain valves or scour valves are required for this purpose. അപ്പോൾ കുറേ ഡെഡ് എൻഡുകൾ ഉണ്ട്, വെള്ളം എത്തി നിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ? അപ്പൊ അങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാം? നമ്മുടെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെയൊക്കെ കുറേ വാൽവുകൾ, അതായത് നമ്മുടെ ഡ്രെയിൻ വാൽവ് അല്ലെങ്കിൽ ബ്ലോ ഓഫ് വാൽവ് അല്ലെങ്കിൽ സ്കൗർ വാൽവ്. എന്തിനാണ് ഈ വാൽവ്? ക്ലീൻ ചെയ്യാനാണ്. നമ്മുടെ സെഡിമെന്റ് ലോഡ് എടുത്തു കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൽവുകളാണ്. അപ്പൊ ആ വാൽവ് കുറേ എണ്ണം വേണം. ഈ ഡെഡ് എൻഡുകളിലൊക്കെ നമുക്ക് ഈ വാൽവ് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ ഡ്യൂറിങ് ഫയർ ഹസാർഡ് the supply cannot be increased by diverting supplies from any other side. അതായത് തീപിടുത്തം വന്നാലൊക്കെ നമുക്ക് സപ്ലൈ കൂട്ടാൻ പറ്റില്ല.
വേറെ ഒരു ഡയറക്ഷനിൽ നിന്നും വെള്ളം കൊടുത്ത് സപ്ലൈ കൂട്ടാൻ പറ്റില്ല അല്ലെ, ഒരൊറ്റ ഡയറക്ഷനിലേ വെള്ളം പോകുന്നുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഈ ഡെഡ് എൻഡ് സിസ്റ്റത്തിന്റെ ഡ്രോബാക്സ്. ഇനി അടുത്തത് ഗ്രിഡ് അയൺ സിസ്റ്റം ആണ്. It is also known as interlaced or reticulation system. അപ്പൊ ഗ്രിഡ് അയൺ സിസ്റ്റം നമ്മുടെ ഗ്രാഫ് പേപ്പറിലൊക്കെ ഗ്രിഡ്സ് ഉണ്ട് അല്ലെ, ഗ്രിഡ് ലൈൻ, കുറെ ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും ഉണ്ട്. അപ്പൊ അതിനെയാണ് ഗ്രിഡ് ലൈൻസ് എന്ന് പറയാം. ഗ്രിഡ് ഒരേ സ്പേസിങ്ങിൽ കൊടുക്കുന്ന ലൈൻസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരേപോലെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് നമ്മുടെ പൈപ്പ് ലൈൻസ് ഇടുകയാണെങ്കിൽ അതിനെയാണ് ഗ്രിഡ് അയൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് ഇന്റർലേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ റെറ്റിക്കുലേഷൻ സിസ്റ്റം. അപ്പൊ ഇറ്റ് ഈസ് ആൻ ഇംപ്രൂവ്മെന്റ് ഓവർ ദ ഡെഡ് എൻഡ് സിസ്റ്റം. അപ്പൊ ഡെഡ് എൻഡ് സിസ്റ്റത്തിന് കുറച്ചൊരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണ് ഗ്രിഡ് അയൺ സിസ്റ്റം. In this system, the mains, submains and branches are interconnected with each other as shown in the figure. അപ്പൊ എന്താണ്, നമ്മുടെ മെയിൻ പൈപ്പാണ് സെന്ററിലൂടെ ഒഴുകുന്നത് അല്ലെ, മെയിൻ പൈപ്പാണ് സെന്ററിൽ ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ മെയിൻ പൈപ്പിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് സബ് മെയിൻ പൈപ്പ്, SM എന്ന് എഴുതിയിട്ട് സബ് മെയിൻ പൈപ്പുകൾ ഉണ്ട് അല്ലെ. സബ് മെയിൻ പൈപ്പുകളോട് അറ്റാച്ച് ചെയ്ത് ബ്രാഞ്ച് പൈപ്പുകൾ ഉണ്ട് അല്ലെ. ഈ സബ് മെയിനോട് അറ്റാച്ച് ചെയ്ത ബ്രാഞ്ച് പൈപ്പ് ലൈൻസും ഉണ്ട്. അപ്പൊ നല്ലൊരു ഗ്രിഡ് പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാട്ടർ സർക്കുലേറ്റ്സ് ഫ്രീലി ത്രൂ ഔട്ട് ദ സിസ്റ്റം. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലെ വെള്ളം ഫ്രീലി സർക്കുലേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെൽ പ്ലാൻഡ് ടൗൺസ് ആൻഡ് സിറ്റീസ് വിത്ത് എ റെഗുലർ ഗ്രിഡ് ഓഫ് മെയിൻ റോഡ്സ് ആൻഡ് ക്രോസ് റോഡ്സ്. അപ്പൊ നല്ലൊരു പ്ലാൻഡ് സിറ്റി ആണെങ്കിൽ അതിലെ റോഡുകളും ഇതുപോലെ നല്ല ഗ്രിഡ് പാറ്റേണിലാണ് ഉണ്ടാവുക. അപ്പൊ ആ റോഡിന്റെ സൈഡിലൂടെ നമ്മൾ പൈപ്പ് ലേ ചെയ്യുമ്പോൾ ആ പൈപ്പും ഒരു ഗ്രിഡ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ അതാണ് ഗ്രിഡ് അയൺ സിസ്റ്റം. വെൽ പ്ലാൻഡ് ടൗൺസ് ആൻഡ് സിറ്റീസിലാണ് നമ്മുടെ ഗ്രിഡ് അയൺ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ്: നോ ഡെഡ് എൻഡ് and hence stagnation water and its consequences are eliminated. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ ഡെഡ് എൻഡുകൾ ഇല്ല അല്ലെ. ഡെഡ് എൻഡുകൾ ഇല്ലാത്തത് കൊണ്ട് വെള്ളം അവിടെ കെട്ടി നിൽക്കില്ല. കെട്ടി നിന്നാൽ എന്താ പ്രശ്നം? ആ വെള്ളത്തിലുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യും പൈപ്പിൽ. അങ്ങനെ അവിടെ വെള്ളം കെട്ടി നിൽക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നില്ല. In case of any breakdown or repair of any main or submain, water supply need not be stopped to that area as it can be made available from another main or submain. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റിപ്പയർ വന്നാൽ വേറെ സൈഡിലൂടെ വെള്ളം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ വെള്ളം സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. അതുപോലെ ഫയർ വന്നാൽ ഒരുപാട് വെള്ളമൊക്കെ വേണ്ടി വന്നാൽ നമുക്ക് പല ഡയറക്ഷനിൽ നിന്നും ആ ഒരു പോയിന്റിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കും. പിന്നെ സിൻസ് വാട്ടർ റീച്ചസ് എവറി പോയിന്റ് ഫ്രം മോർ ദാൻ വൺ റൂട്ട്, ദ ഫ്രിക്ഷണൽ ലോസസ് ആൻഡ് ദ സൈസ് ഓഫ് ദ പൈപ്പ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അപ്പൊ ഒരു പോയിന്റിലേക്ക് നമുക്ക് പല റൂട്ടിൽ നിന്ന് വെള്ളം എത്തിക്കാം. അതുകൊണ്ട് തന്നെ അതിന്റെ ലോസസ് ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എന്താണ്, പൈപ്പിന്റെ സൈസും നമുക്ക് കുറയ്ക്കാം. പൈപ്പിന്റെ സൈസ് കുറച്ചാൽ പൈപ്പ് എക്കണോമിക്കൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പൈപ്പിന്റെ സൈസ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. മോർ നമ്പർ ഓഫ് വാൽവ്സ് ആൻഡ് ലോങ്ങർ ലെങ്ത് ഓഫ് പൈപ്സ് ആർ റിക്വയർഡ്. കുറെ വാൽവുകൾ വേണം, അതുപോലെ ഒരുപാട് പൈപ്പ് ലെങ്ത് വേണം. അറ്റ് എവറി ജംഗ്ഷൻ 4 വാൽവ്സ് ആർ റിക്വയർഡ്. ഓരോ ജംഗ്ഷനിലും 4 വാൽവുകൾ വേണം അല്ലെ. 4 പൈപ്പ് ജോയിൻ ചെയ്യുന്നുണ്ട് ഒരു ജംഗ്ഷനിൽ. അപ്പൊ 4 വാൽവുകൾ വേണം ഒരു ജംഗ്ഷനിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഓവറോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ അതിന്റെ ഡിസൈൻ കാൽക്കുലേഷൻസ് ആർ സ്ലൈറ്റ്ലി ടീഡിയസ് ആസ് എ റിക്വയർ നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പൊ ഇവരുടെ ഡിസൈൻ കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ. കാരണം ഇവർക്കൊരു നെറ്റ്വർക്ക് പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പോയിന്റിൽ എത്ര വെള്ളം വരും എന്ന് ചോദിച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു പോയിന്റിൽ 3 ഡയറക്ഷനിൽ നിന്നും അല്ലെങ്കിൽ 4 ഡയറക്ഷനിൽ നിന്നും വെള്ളം ലഭിക്കാം അല്ലെ.
പിന്നെ മൂന്നാമത്തെ സിസ്റ്റം ആണ് സർക്കിൾ ഓർ റിംഗ് സിസ്റ്റം. അപ്പൊ ഇത് റിംഗ് സിസ്റ്റം എന്താന്ന് നോക്കാം. കാണാൻ നമ്മുടെ ഗ്രിഡ് സിസ്റ്റം പോലെ തന്നെ ഉണ്ട് അല്ലേ? പക്ഷേങ്കിൽ എന്താ വ്യത്യാസം നോക്കാം. Entire locality is divided into either rectangular or circular blocks. അപ്പൊ നമ്മുടെ ആ മുഴുവൻ ലൊക്കാലിറ്റിയും നമ്മൾ എന്ത് ചെയ്യും? റെക്ടാങ്കുലർ ബ്ലോക്കുകളായി തിരിക്കും. എല്ലാം റെക്ടാങ്കുലർ ബ്ലോക്ക് ആയി. ഇപ്പൊ ഇതൊരു റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിട്ട് തിരിക്കും. കണ്ടില്ലേ? ഇതൊരു റെക്ടാങ്കുലർ ബ്ലോക്ക് ആണ്. അതുപോലെ വേറെ റെക്ടാങ്കുലർ ബ്ലോക്ക് ആയിട്ട് തിരിക്കും. Water mains are laid along the peripheral road with submain branches out from the mains and running on the inner roads. അപ്പോൾ ഇതിലെ മെയിൻ എങ്ങനെയാ വരുന്നത്? മെയിൻ പൈപ്പ് ആ ഒരു റെക്ടാങ്കിളിന്റെ പെരിഫറിയിലൂടെ, അതായത് സർക്കംഫറൻസിലൂടെയാണ് നമ്മുടെ മെയിൻ പൈപ്പ് ഒഴുകുന്നത്. നേരത്തെ മെയിൻ പൈപ്പ് എങ്ങനെയായിരുന്നു? നടുവിലൂടെ അല്ലെ? നടുവിലൂടെ മെയിൻ പൈപ്പ് ഒഴുകും. ആ മെയിൻ പൈപ്പിനോട് കണക്ട് ചെയ്ത് സബ് മെയിൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ഈ ഒരു കേസിൽ സർക്കുലർ സിസ്റ്റത്തില് ആ സർക്കിളിന്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിന്റെ പെരിഫറിയിലൂടെയാണ് മെയിൻ പൈപ്പ് ഒഴുകുന്നത്, മെയിൻ പൈപ്പ് പോകുന്നത്. So every point can receive the supply from two directions. അപ്പൊ ഏത് പോയിന്റ് ആണെങ്കിലും ഒന്നെങ്കിൽ ഈ മെയിനിൽ നിന്നും കിട്ടാം, അല്ലെങ്കിൽ ഈ മെയിൻസിൽ നിന്നും കിട്ടാം. അപ്പൊ ഏത് പോയിന്റിനും രണ്ട് ഡയറക്ഷനിൽ നിന്നും മെയിൻ പൈപ്പിൽ നിന്ന് കണക്ഷൻ കിട്ടാം. This system is best suited for well planned towns. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ടൗണുകൾക്കാണ് റിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് ഐഡിയൽ സിസ്റ്റം. കാരണം അഥവാ മെയിൻ ഒന്ന് എവിടെയെങ്കിലും പൊട്ടിയാലും മറ്റേ മെയിനിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിക്കും. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ സിസ്റ്റം. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഡ്യൂറിംഗ് ബ്രേക്ക് ഡൗൺ ഓർ റിപ്പയർ വാട്ടർ ക്യാൻ ബി ഡ്രോൺ ഫ്രം അതർ ലൈൻസ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റേ മെയിനിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാം. അതുപോലെ ഫയർ ഫൈറ്റിങ്ങിന്റെ സമയത്ത് പെട്ടെന്ന് നടുവിൽ എവിടെയെങ്കിലും ഒരു തീപിടുത്തം നടന്നാൽ ഒരുപാട് വെള്ളം നമുക്ക് പല ഡയറക്ഷനിൽ നിന്നായിട്ട് ലഭിക്കും. ഇതിന്റെ ഡിസൈൻ കാൽക്കുലേഷൻസ് എളുപ്പമാണ്. കാരണം നമ്മൾ ആ ഒരു പെരിഫറിയിലാണ് മെയിൻ കൊടുക്കണം, മെയിൻസ്. അപ്പൊ ആ ഒരു റെക്ടാങ്കുലർ പോർഷൻ മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി അല്ലേ? This system possesses advantages of both end system and grid iron system. അപ്പൊ എൻഡ് സിസ്റ്റം, ഡെഡ് എൻഡ് സിസ്റ്റത്തിലുള്ള അഡ്വാൻറ്റേജും ഗ്രിഡ് അയൺ സിസ്റ്റത്തിലുള്ള അഡ്വാൻറ്റേജും എല്ലാം ഈ ഒരു റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ലഭിക്കും. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ലാർജ് നമ്പർ ഓഫ് വാൽവ്സ് ആർ റിക്വയർഡ്. ഇവിടെയും ഒരു ജംഗ്ഷനിൽ 4 വാൽവുകൾ വേണം അല്ലെ? പൈപ്പ് ലെങ്ത് കൂടുതലായിട്ട് വേണം. അതുപോലെ അപ്പൊ വാൽവ് കുറെ വേണ്ടത് കൊണ്ട് തന്നെ ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇനി അടുത്ത ലാസ്റ്റ് സിസ്റ്റം റേഡിയൽ സിസ്റ്റം ആണ്. റേഡിയൽ സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? റിവേഴ്സ് ഓഫ് റിംഗ് സിസ്റ്റം ആണ്. റിംഗ് സിസ്റ്റത്തിന്റെ നേരെ തിരിച്ചാണ് റേഡിയൽ സിസ്റ്റം. റിംഗ് സിസ്റ്റത്തിലെ മെയിൻസ് നമ്മൾ ഇട്ടത് എങ്ങനെയാണ്? പെരിഫറി ഓഫ് ഈച്ച് റെക്ടാങ്കിൾ ഓർ സർക്കിൾ ആണ് നമ്മൾ റിംഗ് സിസ്റ്റത്തിൽ ഇട്ടത് അല്ലെ? മെയിൻസ്. ഇവിടെയോ entire city is divided into number of zones and distribution reservoir is placed in the center of each zone. അപ്പൊ നമ്മുടെ റിസർവോയർ ഓരോ റെക്ടാങ്കിളിന്റെയും നടുവിലാണ് വെക്കുന്നത്. എന്നിട്ട് ഇങ്ങോട്ടേക്കാണ് നമ്മൾ വെള്ളം കൊടുക്കുക റേഡിയലി അല്ലെ? ഒരു സർക്കിളൊക്കെ വരച്ച റേഡിയസ് ഇല്ലേ സർക്കിളിന്റെ, അതുപോലെയാണ് ഉദ്ദേശിക്കുന്നത്. റേഡിയൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. വാട്ടർ സപ്ലൈ ലൈൻസ് ആർ ലെയ്ഡ് റേഡിയലി ഫ്രം ഇറ്റ്. കണ്ടില്ലേ? ഓരോ സപ്ലൈ ലൈൻസും ഈ മെയിൻ റിസർവോയറിൽ നിന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ വെയർ ദ റോഡ്സ് ആർ ലെയ്ഡ് റേഡിയലി ഇൻ ദ സിറ്റി. അതായത് ഈ നമ്മുടെ ചില സിറ്റീസിലൊക്കെ ഇങ്ങനെ റേഡിയലി ആയിരിക്കും റോഡുകൾ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്താണ് ഈ ഒരു റേഡിയൽ സിസ്റ്റം ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാന്ന് നോക്കാം. അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സിസ്റ്റം. അതായത് നമ്മുടെ കമ്പൈൻഡ് സിസ്റ്റം ഇല്ലേ, ഗ്രാവിറ്റി കം പമ്പിംഗ് സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിലൊക്കെയാണ്
നമ്മുടെ എന്തുപയോഗിക്കുന്നത്, റേഡിയൽ സിസ്റ്റം ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു ഇതിൽ പറഞ്ഞിരുന്നല്ലേ, നമ്മുടെ വെള്ളം പമ്പ് ചെയ്തിട്ട് ഒരു എലിവേറ്റഡ് റിസർവോയറിലാണ് വെക്കുന്നത്. അതായത് ആ ടവറിന്റെ മുകളിലുള്ള ഓവർഹെഡ് ടാങ്ക്. അപ്പൊ ആ ഓവർഹെഡ് ടാങ്കിലാണ് വെക്കുന്നത്. ആ ഓവർഹെഡ് ടാങ്കിൽ നിന്നാണ് പിന്നെ വെള്ളം ഗ്രാവിറ്റി വഴി സിറ്റിയിലേക്ക് ഒഴുകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൊക്കെ ഈ ഒരു റേഡിയൽ സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. It ensures high pressure and efficient water distribution. അപ്പൊ അവിടെ പ്രഷർ നല്ലോണം ഉണ്ടാവും അല്ലെ. നമ്മൾ അപ്പൊ പറഞ്ഞിരുന്നു, നമ്മൾ ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഓവർഹെഡ് ടാങ്കിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഹെഡ് കൂട്ടും. എത്രയാണോ ഫ്രിക്ഷണൽ ലോസ് അല്ലെങ്കിൽ മേജർ ലോസ് മൈനർ ലോസ് എത്രയാണോ വരുന്നത്, ആ ലോസും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി കൊടുക്കും ടാങ്കിന് അല്ലെ. അപ്പൊ ആ പ്രഷർ നമുക്ക് അവിടെ എൻഷുർ ചെയ്യാൻ സാധിക്കും. ആ നമ്മൾക്ക് വേണ്ട പ്രഷർ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന പൈപ്പില് ലഭിക്കും. പിന്നെ അതുപോലെ ഡിസൈൻ കാൽക്കുലേഷനും എളുപ്പമാണ്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? It is suitable for towns only with radial layout of road and cannot be adopted for other patterns. അപ്പൊ എല്ലാ റോഡും എല്ലാ ടൗണും റേഡിയലി ആവണമെന്നില്ല അല്ലേ, വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാ ടൗൺസിലും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഒരുപാട് എലിവേറ്റഡ് റിസർവോയേഴ്സ് ആവശ്യമാണ്. ഒരുപാട് എലിവേറ്റഡ് റിസർവോയേഴ്സ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഓവറോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഈ 4 സിസ്റ്റംസിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നെങ്കിൽ ഏതൊക്കെയാണ് സിസ്റ്റം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ സിസ്റ്റത്തിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്പർട്ടനൻസസ് നോക്കാം. ഓക്കെ, ഓരോ പൈപ്പിന്റെയും പാർട്സ് ഒക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.